നമസ്കാരം. ബെന്യാമീൻ എഴുതിയ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധുനിക സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നോവലിസ്റ്റാണ് ബെന്യാമീൻ. അദ്ദേഹത്തിൻ്റെ അനേക പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ കണ്ണിയായിട്ട് നിൽക്കുന്ന ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന ഈ പുസ്തകം. ബെന്യാമീൻ എന്ന ആധുനിക നോവലിസ്റ്റ് എഴുതിയ ഈ പുസ്തകം 2022 പ്രസിദ്ധീകൃതമാണ്. DC ബുക്സ് ആണ് ഇതിൻ്റെ പ്രസാധകർ. ബെന്യാമീൻ എഴുതിയ അനേകം നോവലുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് ആടുജീവിതം. ഏതാണ്ട് 8 വിദേശ ഭാഷകളിൽ ഈ ആടുജീവിതം പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ആടുജീവിതം എന്നതായ നോവലിനെ ആസ്പദമാക്കി പ്രസിദ്ധനായ ചലച്ചിത്ര സംവിധായകൻ ബ്ലസ്സി ഒരു ചലച്ചിത്രം തന്നെ എടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ ബെന്യാമീൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിന് ശേഷം എഴുതിയതായ മഞ്ഞവെയിൽ മരണങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ 2ാമത്തെ പുസ്തകം, അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മാന്തളരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഇങ്ങനെയുള്ളതായ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതപ്പെടുകയുണ്ടായി. ആ ശ്രേണിയിൽപ്പെട്ട അവസാനത്തെ പുസ്തകം, അവസാനത്തെ അല്ല, ഇതിന് ശേഷവും വേറെ ഒരു കഥകളുടെ ഒരു സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2022 DC ബുക്സ് പ്രസിദ്ധീകരിച്ചതായ ആ കൂട്ടത്തിൽപ്പെടുന്നതായ ഏതാണ്ട് അവസാനത്തെ ഒരു പുസ്തകമാണ് ഈ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന പുസ്തകം. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ അതിരുകളോളം സധൈര്യം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് മധ്യ തിരുവിതാംകൂറിനെ പട്ടിണിയിൽ നിന്നും പലായനത്തിൽ നിന്നും രക്ഷിച്ച അനേകായിരം നേഴ്സുമാർക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ നോവലിസ്റ്റ് ആദ്യമായി എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ വളരെ ലളിതവും നിസ്സാരവുമായ ഒരു വിഷയത്തെ ഒരു സാരമായ വിഷയമാക്കി ഒരു വലിയ അന്വേഷണമാക്കി തീർക്കുന്നതായ ഒരു സംഭവമാണ് നമ്മൾ ഈ നോവലിലൂടെ മനസ്സിലാക്കുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മധ്യ തിരുവിതാംകൂറിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ളതായ സൂക്ഷ്മ വിശകലനമാണ് ഈ നോവലിൽ നാം കാണുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം റജിയുടെ മകനായ മനുവാണ്. റജി ഒരു പ്രവാസിയായിരുന്നു. റജിയുടെ ഭാര്യയും അവർ ഇരുവരും വിദേശത്തെ ഗൾഫിൽ ജോലിയായിരുന്നു. അതിനുശേഷം മടങ്ങി വീട്ടിൽ വന്ന് താമസിക്കുകയാണ്. മനു എഞ്ചിനീയറിങ് പഠനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മനു ഈ സമയത്തെ ന്യൂമോണിയ ബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണ്. ഏതാണ്ട് 20 ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്നു. 20 ദിവസം അദ്ദേഹം കിടക്കുന്നത് 20 ഉറുമ്പ് വർഷങ്ങളെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഇഴഞ്ഞ് നീങ്ങുന്നത് പോലെയുള്ളതായ 20 ദിവസങ്ങൾ 20 വർഷമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. മനുവിൻ്റെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നഴ്സസിനോടുള്ളതായ മനോഭാവത്തിൽ വളരെയധികം വ്യത്യാസം വരുന്നു. അദ്ദേഹത്തിന് നഴ്സസിനോട് പരമപുച്ഛവും ദേഷ്യവും പകയും ഒക്കെ ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മയായിരിക്കാം അതിന് കാരണം. അവർ ഒരു നേഴ്സായിരുന്നു. മനുവിൻ്റെ ചെറുപ്പത്തിൽ അവൻ ആഗ്രഹിച്ചിരുന്ന പരിപാലനവും ശുശ്രൂഷയും കരുതലും ഒന്നും ഈ നഴ്സിംഗ് ജോലിക്ക് രാത്രിയിൽ ഇവനെ ഉറക്കിയിട്ടിട്ട് കടന്നു പോകുമ്പോൾ, ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അമ്മയുടെ അഭാവം, അമ്മയുടെ പരിലാളന ലഭിക്കുവാൻ സാധിക്കാതെ പോകുന്നതായ സാഹചര്യം, ഇതൊക്കെ
ഈ മനുവിനെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ളതായ സംഗതികളാണ്. എന്നാൽ സ്നേഹനിർഭരമായ പെരുമാറ്റം കൊണ്ട് ഈ ആശുപത്രിയിലുണ്ടായിരുന്ന മരിയ എന്ന നേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം കീഴടക്കുകയാണ്. അതുവരെ നേഴ്സസിനോടുണ്ടായിരുന്ന മനുവിൻ്റെ മനോഭാവം അമ്പെ മാറ്റിമറിക്കപ്പെടുകയാണ്. അവൻ പറയുന്നു, ചിറകുകളില്ലാത്ത മാലാഖയാണ് നേഴ്സ് എന്ന്. അങ്ങനെയുള്ളതായ ഒരു വലിയ ചേഞ്ച് അവനിലുളവാക്കുവാൻ ഈ നേഴ്സസിന് കഴിയുന്നു. അപ്പോഴാണ് അവൻ നേഴ്സസിൻ്റെ മഹത്വം അന്വേഷിക്കുന്നതും അവൻ്റെ കുടുംബത്തിൽ തന്നെ ഏതാണ്ട് 5 തലമുറകൾക്കപ്പുറം അവൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരി മറിയാമ്മ യോഹന്നാൻ എന്ന പേരിൽ ഒരാൾ നഴ്സിങ്ങിന് പോയിരുന്നു. ആ മറിയാമ്മ യോഹന്നാൻ 2ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ നേഴ്സായിട്ട് ബ്രൂണയിലും സിംഗപ്പൂരിലുമൊക്കെ നേഴ്സായി ജോലി ചെയ്തിരുന്നു എന്നും അദ്ദേഹം അറിയുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുവാൻ തന്നെ ഈ മനു തീരുമാനിക്കുകയാണ്. മനുവിനൊരു ഗേൾ ഫ്രണ്ടുണ്ട്. ആ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് ജാനകി എന്നാണ്. ജാനകി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു തുടർ പഠനത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ പല സംഗതികളെക്കുറിച്ചുള്ളതായ ചിന്തകൾ അവളുടെ മനസ്സിൽ വരുന്നു. പക്ഷേ അവൾക്ക് ഏറെ ഇഷ്ടം റിസർച്ച് ചെയ്യുക, PhD എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് തക്കതായിരിക്കുന്ന ഒരു വിഷയം കണ്ടെത്തണം, ഒരു ടൈറ്റിൽ കണ്ടെത്തണം, ഗവേഷണ വിഷയം. അതിന് തൻ്റെ സുഹൃത്തായ മനുവിൻ്റെ സഹായം തേടുകയാണ്. അപ്പോൾ ഈ നേഴ്സസിനെ കുറിച്ചുള്ള അന്വേഷണം തലയ്ക്ക് പിടിച്ച ഈ മനു പറയുന്നു, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള നേഴ്സുമാരുടെ ജീവിതം നമുക്ക് റിസർച്ച് ടൈറ്റിലായിട്ട് തിരഞ്ഞെടുക്കാം. ആദ്യം അവൾക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഗൈഡുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് ഗൈഡ് സജസ്റ്റ് ചെയ്യുകയും ആ വിഷയം തന്നെ അവർ റിസർച്ച് ടൈറ്റിലായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ റിസർച്ച് ടൈറ്റിലാണ് ഈ പുസ്തകത്തിൻ്റെയും ടൈറ്റിൽ. 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടായ മാറ്റങ്ങളുടെ സമഗ്രമായ ചിത്രമാണ് ഈ കൃതിയിൽ നാം കാണുന്നത്. നേഴ്സിംഗ് എന്ന ഉദാത്തമായ പ്രൊഫഷൻ നേടിക്കൊടുക്കുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും നാം ഇവിടെ ഈ പുസ്തകത്തിൽ വായിച്ചറിയുകയാണ്. അതിൻ്റെ പ്രതിനിധിയും പ്രതീകവുമാണ് മറിയാമ്മ യോഹന്നാൻ എന്ന നേഴ്സ്. കുരിശ് പോലെയാണ് നേഴ്സിംഗ്. വേദപുസ്തകത്തിൽ പറയുന്നു, കുരിശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ദൈവശക്തിയും ആണ് എന്ന്. അതുപോലെയാണ് നേഴ്സിംഗ്. നശിച്ചു പോകുന്നവർക്കാണത് ഭോഷത്വം, എന്നാൽ രക്ഷപ്പെടുവാനുള്ളവർക്ക് അതൊരു വലിയ ശക്തി സ്രോതസ്സാണ്. നിന്ദ്യമായി പരക്കെ കരുതപ്പെട്ടിരുന്ന നേഴ്സിംഗ് എന്ന ജോലിയുടെ മഹത്വം ഇവിടെ പ്രതിപാദിക്കുന്ന ഏതാനും ചില കഥാപാത്രങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് കഥാകൃത്ത്. അതിലൊന്നാമത്തെ കണ്ണിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറിയാമ്മ യോഹന്നാൻ, അതുപോലെ ഗ്രേസി പിള്ള, ഷെറിൻ, മരിയ, ലാലി എന്നിവർ. ഇവരൊക്കെ മഹത്തായ ഒരു പ്രൊഫഷൻ്റെ, ഒരു ജോലിയുടെ വക്താക്കളായി മാറുകയാണ്. എന്തുകൊണ്ടാണ് അവർ മഹനീയമായ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുവാൻ കാരണം ബെന്യാമിൻ പറയുന്നു, മനുഷ്യൻ ഏറ്റവും ദുർബലനായി പോകുന്ന നിമിഷത്തിൽ അവനെ ദയാപൂർവം താങ്ങുക എന്നതിനോളം മഹനീയമായി മറ്റെന്തുണ്ട്? അപ്പോൾ ഒരു മനുഷ്യൻ ശാരീരികമായും മാനസികമായും ബലഹീനമായി നിൽക്കുന്നതായ സാഹചര്യത്തിൽ, ആശുപത്രിയിൽ ശയ്യാവലംബിയായി കഴിയുന്നതായ സാഹചര്യത്തിൽ അവനെ അല്ലെങ്കിൽ അവളെ സഹായിക്കുന്ന വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന നേഴ്സസ് ഏറ്റവും
മഹനീയമായ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് എന്ന് ഇവിടെ പറയുകയാണ്. മറ്റൊന്ന്, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, കത്തുകളിലൂടെയാണ് ഈ കഥ വികസ്വരമാകുന്നത്. ഒരു കാലത്ത് ആശയ സംവേദനത്തിന് ഏറ്റവും അധികം സഹായിച്ചിരുന്ന കത്തുകൾ എന്ന മാധ്യമമായിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കത്തുകൾ വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയാണ് സംവേദനം ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഓർമ്മകൾ നമ്മെ കബളിപ്പിച്ചാലും കത്തുകൾ നമ്മെ കബളിപ്പിക്കുകയില്ല. കാരണം നേരുകളുടെ പച്ച ഞരമ്പുകളാണ് അതിലെഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വരിയും. അതുകൊണ്ട് കത്തുകൾ പറയുന്ന കഥയാണിത്. ഇതിലെ കഥാപാത്രങ്ങളിൽ ഏറിയ പങ്കും പ്രവാസികളാണ്. പ്രവാസത്തിലായിരുന്ന ആളുകൾ തങ്ങളുടെ കുടുംബത്തിലേക്കും തങ്ങളുടെ സമൂഹത്തിലേക്കും കത്തുകളിലൂടെയാണ് ആശയ സംവേദനം നടത്തുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളുടെ സന്ധാരണവും സമൂഹത്തിൻ്റെ സന്ധാരണവുമൊക്കെ ഈ പ്രവാസത്തിലൂടെയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ ആളുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായ ഇതിവൃത്തമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, സ്ത്രീകൾ ഉയർത്തിയ കുടുംബങ്ങളായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഭൂഖണ്ഡാന്തര യാത്രകൾ നടത്തിയ മുമ്പേ പറക്കുന്ന പക്ഷികളായിരുന്നു അവർ. ആദ്യം പോയവർ പിന്നാലെ ചെന്നിറങ്ങിയവരെ സഹായിച്ചു. അതുപോലെ തന്നെ പലതരം കൾച്ചറൽ കോൺഫ്ലിക്ട്സ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നാട്ടിൽ തമ്പടിക്കുവാൻ കൊതിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വലിയ വീടുകൾ കെട്ടിപ്പൊക്കുകയും അതിൽ സുഖമായി താമസിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്നതായ ആളുകൾ. വിധി വൈപരീത്യം തങ്ങളുടെ സ്പൗസസിനെ, ഒന്നിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ, കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വേർപാടിൻ്റെ ദുഃഖം അവരെ തളർത്തിക്കളയുകയാണ്. അവസാനം അവർ അവരുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിർബന്ധിതരായിത്തീരുന്ന ഹതഭാഗ്യർ. അങ്ങനെയുള്ള ഗ്രേസിയുടെ ഭർത്താവ് പിള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും ചെയ്യില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവരാണ് ശരിക്കും തോറ്റുപോയവർ. അതിലൊരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹവും ഭാര്യയും ഒത്ത് നാട്ടിൽ താമസിക്കണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് വലിയ വീടുമൊക്കെ കെട്ടിപ്പൊക്കി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് വിട പറയുന്നത്. അതിനുശേഷം ഒറ്റയ്ക്ക് അവിടെ താമസിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചു നോക്കി. പക്ഷേ സാധിക്കാതെ വന്നപ്പോൾ തൻ്റെ പിള്ളേരുടെ കൂടെ അമേരിക്കയിലേക്ക് വീണ്ടും കുടിയേറി പാർക്കുന്നതായ ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. മറ്റൊരിടത്ത് ഈ പുസ്തകത്തിൽ പറയുന്നു, ജനിക്കാനും മരിക്കാനുമുള്ള ഇടമാണ് കേരളം. ജോലി ചെയ്യുവാൻ അന്യരാജ്യങ്ങളിലേക്ക് പോകണം. ഇതൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഈ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഈ നോവലിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. മറ്റൊരു കഥാപാത്രമാണ് ലാലി. ലാലിയുടെ ജീവിതം കരളലിയിക്കുന്ന കഥ പറയുകയാണ്. താൻ ആഗ്രഹിക്കാത്തതും ചെയ്യരുതാത്തതുമായ പാതകം അവൾ ചെയ്യുകയാണ്. ആ കുറ്റബോധം അവളെ വേട്ടയാടുകയാണ്. അത് തന്നോടും തൻ്റെ കുടുംബത്തോടുമുള്ള പകയായി പുകഞ്ഞ് നീറുന്നു. തൻ്റെ കുടുംബത്തിനു വേണ്ടി, പരദേശ യാത്രയ്ക്ക് വേണ്ടി അവൾ അത് ചെയ്യുന്നു. എന്ത്? MTP, മിഡിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അബോർഷൻ. അത് അവളിൽ ഉണ്ടാക്കുന്നതായ വലിയ പകയും വിദ്വേഷവും പിന്നീട് അവൾ പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ രക്തത്തിൻ്റെ വില കൊണ്ട് പൊങ്ങച്ചം ചമയുന്ന എല്ലാ തെണ്ടികളോടും ഒടുങ്ങാത്ത പകയാണ്, പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടമാണ് അവരുടെ സമ്പന്നത എന്ന ബോധം
എക്കാലത്തും എന്നെ ഭരിച്ചിരുന്നു. ബെന്യാമിൻ പറയുന്നു, പൗരോഹിത്യം സ്വീകരിച്ചവരും മതത്തിൽ ജീവിക്കുന്നവരും മാത്രമല്ല വിശുദ്ധ പദവിക്ക് അർഹരായവർ, അന്യർക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവർ കൂടി അതിൽ പെടാൻ യോഗ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മറിയാമ്മ അമ്മച്ചി അവരിൽ ഒരാൾ തന്നെയാണ്. മറിയാമ്മ യോഹന്നാൻ മരിച്ചത് ഒരു പ്രത്യേക രോഗം ബാധിച്ചാണ്, ഉറക്ക രോഗം. ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് മൂലമായിരുന്നു അവർ മരിച്ചത് എന്ന് പറയപ്പെടുന്നു. സെറ്റ്സെ എന്ന ഫ്ലൈബൈറ്റ്സ് മൂലമാണ് ഇത് പകരുന്നത്. ഇതിന് കാരണം ട്രിപ്പാനോസോമ ബ്രൂസൈ എന്ന പാരസൈറ്റാണ്. മറിയാമ്മ യോഹന്നാൻ്റെ ശവകുടീരം തേടിയുള്ള മനുവിൻ്റെ യാത്ര അജ്ഞാത ഇടത്തേക്കായിരുന്നു. മരിയയെ അടക്കിയതും ഒരു അജ്ഞാത ഇടത്തിലാണ്. COVID-19 ബാധിച്ചാണ് മരിയ മരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ 20-ാം നൂറ്റാണ്ടിലെ മധ്യ തിരുവിതാംകൂർ കേന്ദ്രമാക്കിയുള്ള ഒരു ചരിത്ര വിശകലനമാണ് നടക്കുന്നത്. 2-ാം ലോകമഹായുദ്ധവും പ്രവാസമെന്ന പ്രഹേളികയും നഴ്സുമാരുടെ അതിജീവന കഥകളും കപ്പൽ യാത്രയും കത്തുകളുടെ മാസ്മരിക മാധ്യമ സ്വാധീനവും വിശ്വപൗരൻ്റെ നെറ്റിസൺ എന്ന ചുരുക്കപ്പേരുമൊക്കെ ഇവിടെ വിശകലനം ചെയ്യപ്പെടുകയാണ്. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന കഥാപാത്രങ്ങളായ ഓരോ നേഴ്സും കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് നേരെ നിർത്തുന്ന ആ പ്രക്രിയയിൽ സഹായിച്ച വീരവനിതകളുടെ പ്രതിനിധികളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമോ തീരുമാനമെടുക്കുവാനുള്ള അവകാശമോ ഇല്ലാത്ത വെറും പണം കായ്ക്കുന്ന മരങ്ങൾ മാത്രമായിരുന്നുവോ അവർ? കുടുംബത്തിന് വേണ്ടി പണമുണ്ടാക്കി കൊടുക്കുക, ഭർത്താവിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, അവരെ വിദേശത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഇതിനൊക്കെ അപ്പുറമായി എന്തെങ്കിലും പ്രാധാന്യമോ വിലയോ എനിക്കിവിടെ ആരും തന്നിരുന്നില്ല എന്ന് മനുവിൻ്റെ അമ്മ ഈ കഥയിൽ പറയുകയാണ്. അത് നമ്മുടെ ചെവികളിൽ ആഞ്ഞു പതിക്കുകയാണ് ഒരു വെല്ലുവിളിയായിട്ട്. മനു അവസാനം മറിയാമ്മ യോഹന്നാൻ്റെ ശവകുടീരം ചെന്ന് കാണുകയുണ്ടായി. ആ ശവകുടീരത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അവിടെ ചുംബിച്ചുകൊണ്ട് മനു പറയുകയാണ്, നിങ്ങളെപ്പോലെ എത്രയോ ആളുകളുടെ ധീരമായ ഇറങ്ങി പുറപ്പെടലുകളുടെ ബാക്കിയാണ് ഇന്ന് മാന്തളിർ എന്ന ദേശം അനുഭവിക്കുന്ന സമൃദ്ധിക്ക് നിദാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാനം കഥാകൃത്ത് പറയുന്നു, മരിയയുടെ ശവകുടീരം തേടിയുള്ള പുതിയ ഒരു അന്വേഷണത്തിന് ആഫ്രിക്കയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് 93 ഭാഗങ്ങളുള്ള ഈ പുസ്തകം ഉപസംഹരിക്കുകയാണ്. താങ്ക് യു. നന്ദി. നമസ്കാരം.